ഉത്തരവാദിത്തത്തിന്റെ ലീഡറായ ജോളി സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാറ് എന്തോ സ്പെഷ്യൽ ആയിട്ട് തരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ പ്ലീസ് വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു റോസ മാഡം. പ്രോഗ്രാമിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. നമ്മുടെ ടീം അംഗങ്ങൾ ആരെങ്കിലുമൊക്കെ കയറാനുണ്ടെങ്കിൽ, സൂമിൽ വരാനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കുക. പല ആൾക്കാരൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ ചിലർക്കൊക്കെ ഇന്ന് ഈ നമ്മളെ ക്രിസ്ത്യൻസിന്റെ ഒക്കെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുംഭസാരത്തിന്റെ അവസാനത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ സിറിൽ സാർ ഉൾപ്പെടെയുള്ള പലരൊക്കെ പള്ളിയിലാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ശ്രീസ മാഡം പറഞ്ഞിട്ടുണ്ട് രാത്രി പള്ളിയിലായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടീം അംഗങ്ങളോ നമ്മളുടെ മറ്റു സുഹൃത്തുക്കളോ ആയ ആളുകൾ അവരെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ എടുക്കാത്ത ഒരു സബ്ജക്റ്റ് ആണ്. ഒരുപക്ഷെ നേരത്തെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർ കേട്ടിട്ടുണ്ടായെങ്കിലും കുറച്ച് നാളായി ഈ ഒരു പ്രസന്റേഷൻ എടുത്തിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് വിളിച്ച് പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയം. എന്തായാലും കൃത്യസമയത്ത് തന്നെ പ്രോഗ്രാമിൽ എത്തിയ നമ്മുടെ വിജി മാഡം, റോസ മാഡം, അതേമാതിരി ജയമ്മ, കാർത്തിയാനി മാഡം, ലിസി തോമസ്, ഇത്തരം പേരാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പൊ ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ആരും ക്ഷണിക്കാനുണ്ടെങ്കിൽ ക്ഷണിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്, ശൃംഖല വിപണനം, പീപ്പിൾസ് ഫ്രാഞ്ചൈസി ബിസിനസ്, റഫറൻസ് സെല്ലിംഗ്, അങ്ങനെ പല പല പേരുകളിലാണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അറിയപ്പെടുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയപ്പെടുന്നത്. 100-ലധികം വർഷങ്ങളായി 100-ലധികം രാജ്യങ്ങളിൽ വളരെ വിജയകരമായി പരീക്ഷിച്ച് നിരവധിയായ സാധാരണക്കാരായ ആളുകളെ ലക്ഷാധിപതികളും കോടീശ്വരന്മാരാക്കിയ ഒരു വ്യവസായമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിനെപ്പറ്റി വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് വേറെ കമ്പനികൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ 96-ല് നമ്മുടെ ആരാധനായ MD സമീർ മോദി സാറ് ഈ ഒരു വ്യവസായത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അത്രയ്ക്ക് തെളിയിച്ച ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. മറ്റു രാജ്യങ്ങളിലേക്ക് അത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു വ്യവസായത്തിലൂടെ അതീവ സമ്പന്നരായ ധാരാളം ആളുകളെ നമുക്ക് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റും. നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യവസായം വഴിയായിട്ട് സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് വരെ വാങ്ങിച്ച ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാനായിട്ട് കഴിയും. ഇപ്പൊ ഈ കാലഘട്ടത്തിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയി ഇത് മാറിക്കഴിഞ്ഞു. എന്നെ ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ഓരോരോ അവസരങ്ങൾ ഈ ഭൂമിയിലേക്ക് വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളെല്ലാവരും അതീവ സമ്പന്നരായ ചരിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. എന്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞിട്ട് 1950-ല് ഓയിൽ, 1960-ല് പ്ലാസ്റ്റിക്, 1950-ല് പ്ലാസ്റ്റിക്, 60-ല് ഓയില്, 1970 കാലഘട്ടത്തില് ഓട്ടോമൊബൈൽസ്, 80 കാലഘട്ടത്തില് കമ്പ്യൂട്ടർ, 80-90 കാലഘട്ടത്തില് ടെലികമ്മ്യൂണിക്കേഷൻ, അതായത് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട അവസരങ്ങൾ, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട അവസരങ്ങൾ. 2000 മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് അല്ല അവസരം എന്നറിയപ്പെടുന്നത് നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തന്നെയാണ്. അമേരിക്കയിലെ 5 കോടീശ്വരന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു കോടീശ്വരൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ കോടീശ്വരനായി തീർന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേമാതിരി തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലൂടെ വളർന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് അങ്ങനെ രാജ്യത്തിന് തലപ്പത്തെത്തിയ ഒരു വ്യക്തിയാണ്. ഈ ഡൊണാൾഡ് ട്രംപും നമ്മുടെ പ്രിയപ്പെട്ട റോബർട്ട് കിയോസാക്കിയും ചേർന്ന് എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആ ബുക്കിന്റെ പേര് ഓർക്കുന്നുണ്ടോ? പറയാമോ? ഞാൻ ആമുഖമായിട്ട് പറയുന്നതാണ്, ഒരു കുറച്ച് ആൾക്കാരോട് വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതായത് ഡൊണാൾഡ് ട്രംപും നമ്മുടെ റോബർട്ട് കിയോസാക്കി ESBI ഫോർമുല നമ്മളെ പഠിപ്പിച്ച, അല്ലെങ്കിൽ റിച്ച് ഡാഡ് പൂർ ഡാഡിന്റെ ഓതറായിട്ടുള്ള
റോബർട്ട് കിയോസാക്കിയും അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള റൊണാൾഡ് ട്രംപും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്. പേര് പറയാൻ മറക്കലും ഓർക്കുന്നുണ്ടോ? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നെപ്പോളിയൻ ഹിൽ എഴുതിയ പുസ്തകമാണ്. ഡൊണാൾഡ് ട്രംപും റോബർട്ട് കിയോസാക്കിയും കൂടി എഴുതിയ ഒരു പുസ്തകം വളരെ ഫേമസ് ആണ്. നമ്മൾ നേരത്തെയുള്ള സ്ലൈഡുകളിലൊക്കെ അതിന്റെ കവർ പേജ് കാണിക്കാറുണ്ട്. ആർക്കെങ്കിലും പറയാമോ? വേറെ ആർക്കെങ്കിലും പറയാമോ? ഞാൻ തന്നെ പറയാം. വൈ വി റെക്കമെൻഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. എന്തുകൊണ്ടാണ് ഞങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നാണ് പുസ്തകത്തിന്റെ ഹെഡിങ് അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പേര്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും നെറുകയിൽ നിൽക്കുന്ന ആള് ഡൊണാൾഡ് ട്രംപും നേരത്തെ പറഞ്ഞ സാമ്പത്തിക തത്വങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിച്ച റോബർട്ട് കിയോസാക്കിയും ഒരുമിച്ച് എഴുതിയ പുസ്തകമാണ് വൈ വി റെക്കമെൻഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ശുപാർശ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ അതേമാതിരി തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ബിൽഗേറ്റ്സ് പറയുന്ന ഒരു വാചകം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ബിൽഗേറ്റ്സ്, ഇതൊക്കെ നമ്മൾ നേരത്തെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതുമാണ്. കുറച്ച് ആളുകളായിട്ട് ആരും പറയാറില്ല, ആരും കേൾക്കാറില്ല. ഈ ബിൽഗേറ്റ്സിന്റെ ഒരു കോട്ടുണ്ട്, പറയാമോ ആരെങ്കിലും? നമുക്കൊന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. ബിൽഗേറ്റ്സിന്റെ ഒരു കോട്ടുണ്ട്, പറയാമോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കാം. സാധാരണക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്തല്ലേ ഏതാണ്? സാധാരണക്കാർക്ക് മാത്രം കിട്ടുക. എന്താണ്? കേട്ടില്ല. സാധാരണക്കാർ ചെയ്യുന്നത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അവർ ഹലോ കേക്കല്ലേ? കേൾക്കണ്ടേ? പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. റെസ്പോണ്ട് ചെയ്തതിന് നന്ദി. അദ്ദേഹം പറയുന്നത് എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആയിരിക്കും എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള ബിൽ ഗേറ്റ്സ് പറയുന്നത്. ഓക്കെ, അത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അതുകൂടാതെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്താ ഹൈ എഫക്റ്റീവ്, അതായത് ലോകത്തിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണെന്ന് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതറായിട്ടുള്ള സ്റ്റീഫൻ കോവി പറഞ്ഞിട്ടുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണെന്ന് ആരാണ് പറഞ്ഞത്? ആരെങ്കിലുമൊക്കെ ഇതിലുണ്ടോ? ആക്റ്റീവായിട്ടുണ്ടോ എന്ന് കൂടി അറിയാൻ വേണ്ടി. സ്റ്റീഫൻ കോവി. അതായത് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ ഓതറാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളത് സാധാരണ ജോലിയിലോ ബിസിനസ്സിലോ ഒന്നും അല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ്. നമുക്കറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ സംസാരിക്കുന്ന ഡൈനാമിക് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ പോലും കണ്ടിട്ടുണ്ടാവും, ഇന്ത്യയിൽ ധാരാളം കണ്ടിട്ടുണ്ടാവും. ശരിയാണോ? വളരെ ഡൈനാമിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്. ശരിയാണോ? ഓക്കെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വ്യവസായം സീറോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ആണെങ്കിൽ പോലും ഇത് വലിയൊരു അവസരം. ഇന്ന് ലക്ഷങ്ങളും കോടികളും മുടക്കി തുടങ്ങുന്ന വലിയ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഉള്ള ബിസിനസ്സിനോടൊപ്പം കിടപിടിക്കുന്ന, അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന, അതിനോടൊപ്പം തന്നെ നിലവാരമുള്ള ഒരു ബിസിനസ് ആണെന്ന് ഇപ്പൊ ഞാൻ 3-4 പേരുടെ പേരുകൾ സഹിതം പറഞ്ഞു. അവരെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായ ആൾക്കാരല്ല, അവരെല്ലാവരും എക്സ്ട്രാ ഓർഡിനറി ആണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുമാണ്. അതിൽ ഞാൻ സ്റ്റീഫൻ കോവിയുടെ കാര്യം പറഞ്ഞു, ബിൽ ഗേറ്റ്സിന്റെ കാര്യം പറഞ്ഞു, ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ നിരവധിയായ ആളുകളുടെ പേരുകൾ പറഞ്ഞു. അപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ഒരു കൊച്ചു ബിസിനസ്സിലല്ല,
ജോലിയിലല്ല എന്നുള്ള ഒരു കാര്യം ഇടക്കൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വളരെ അധികം പണവും അല്ലെങ്കിൽ മറ്റു നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ധാരാളം കമ്പനികൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു, വരാൻ പോകുന്നു. കുറെ അധികം കമ്പനികൾ വന്ന് പല ആളുകളിലേക്ക് പൈസ അടിച്ചു മാറ്റിയിട്ട് ഇവിടം വിട്ട് പോയി. അവരിന്ന് കാണാൻ പോലും കഴിയുന്നില്ല. കാരണം കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ ലിവറേജ്, ഡ്യൂപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പേരുകളൊന്ന് പറയാം ആരെങ്കിലും? ഇപ്പൊ ഞാൻ പറഞ്ഞ പേരുകളൊക്കെ ഒന്ന് പറയാമോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ചില പേരുകളാണ് പറഞ്ഞത്, ചില കോഡ്സ് ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? കോമ്പൗണ്ടിങ്, ലിവറേജ്, പിന്നെ ഓക്കെ, പിന്നെ ശരിയാണ്. കോമ്പൗണ്ടിങ്, ലിവറേജ്, ഡ്യൂപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇത്തരത്തിലുള്ള വാചകങ്ങളിലാണ് സമ്പത്തും സൗഭാഗ്യവും സക്സസും എല്ലാം കിടക്കുന്നത്. കോമ്പൗണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിപ്പിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒന്നിനെ പോലെയുള്ള കൂടുതൽ വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുന്ന. മൾട്ടിപ്ലിക്കേഷൻ അത് ഭയങ്കരമായിട്ട് പെരുകുന്നത്. ലിവറേജ് എന്ന് പറയുമ്പോൾ എന്താണ് ലിവറേജ്? എന്നാൽ ലിവറേജിന്റെ എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? എന്താണ് ലിവറേജ്? ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഓട്ടോമൊബൈൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വണ്ടിയുടെ നെട്ട് ടയർ മാറ്റാൻ സമയത്ത് അല്ലെങ്കിൽ നെട്ട് അഴിയേണ്ട സമയത്ത് അതിന് പൈപ്പിട്ട് സ്പാനറിൽ പൈപ്പിട്ട് സപ്പോർട്ട് കൊടുക്കുന്നു. അതായത് ഒരു പ്രവൃത്തിക്ക് കുറച്ച് ആൾക്കാരുടെ ബലം പ്രയോഗിക്കുന്നു. അതിന് ലിവറേജ് എന്ന് പറയാറുണ്ട്. നെറ്റ്വർക്ക് ഓക്കെ വിനു സർ, താങ്ക് യു. പ്രവൃത്തിയെ ലിവറേജ് എന്ന് പറയും. ഓക്കെ, താങ്ക് യു. റെസ്പോണ്ട് ചെയ്തതിന് നന്ദി. കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ കണ്ടു കാണും വലിയ വലിയ വാഹനങ്ങളുടെ വീലെല്ലാം അഴിക്കുന്നതിന് സ്പാനറിന്റെ കൂടെ ഒരു വലിയ പൈപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ആ നട്ടൊക്കെ അഴിക്കാനായിട്ട് കഴിയും. അതാണ് ലിവറേജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ ലഘൂകരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡ്യൂപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, കോമ്പൗണ്ടിങ്, ഇതെല്ലാം സക്സസിന്റെ ചില ഫോർമുലകളാണ്. ഈ ഫോർമുലകളെല്ലാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് പണം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾ പലരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഒരു അവസരമായിട്ട്, ഒരു ബിസിനസ്സായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം. പക്ഷെ ഇത്രയ്ക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും എല്ലാ മേഖലയിലും നല്ലതും ചീത്തയും ഉള്ളതുപോലെ തന്നെ ഇവിടെയും അത്തരത്തിലുള്ള പല കമ്പനികളും പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ അതൊക്കെ നമുക്ക് തിരിച്ചറിയുന്നതിനായിട്ട് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ ഞാനൊരു സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരെങ്കിലുമൊക്കെ ടീം അംഗങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ ഇനിയും നമ്മുടെ സൂമിൽ വരാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിളിച്ച് അവരെ അറ്റൻഡ് ചെയ്യിപ്പിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീഫൻ കോവി പറഞ്ഞ ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണെന്ന് പറയുന്നു. പത്തനത്തില് ആകേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആകേണ്ടവരാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ വരുന്ന, നമ്മളെ വാക്ക് കേട്ട് നമ്മൾ സഹകരിക്കുന്ന ആളുകളെയും അത്തരത്തില് ഡൈനാമിക് പേഴ്സണാലിറ്റീസ് ആക്കി മാറ്റാനും നമുക്ക് കഴിയണ്ടേ? യെസ് ഓർ നോ? കഴിയണ്ടേ? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. ഇതില് ചില പോയിന്റ്സ് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതില് ചില പോയിന്റ്സ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ കുറെ വ്യക്തികൾ, കുറെ ലീഡേഴ്സ് ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസ് എന്നാണ് നമ്മുടെ ഈ ഒരു പ്രസന്റേഷന്റെ പേര്. നമുക്ക് നോക്കാം. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പുതിയ കമ്പനികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. പഴയ കമ്പനികൾ
ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ കമ്പനികൾ എന്ന് പറയുമ്പോൾ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഒരു പുതിയ കമ്പനി വന്ന് ഒരു 5-7 വർഷമെങ്കിലും ശക്തമായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ ആ കമ്പനി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ? ലാസർ സാർ മ്യൂട്ട് അല്ല, ലാസർ സാറിന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ. അപ്പോൾ പുതിയ കമ്പനികൾ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ കമ്പനികൾ ഒരു നിശ്ചിത സമയം മിനിമം 5 വർഷം 7 വർഷമെങ്കിലും പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ അതിൽ വരാവൂ എന്നാണ് പറയുന്നത്, പ്രവർത്തിക്കാവൂ എന്നാണ് പറയുന്നത്. കാരണം ചിലപ്പോൾ 5-6 വർഷം കഴിയുമ്പോൾ ആ കമ്പനി പൂട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നിരവധിയായ കമ്പനികൾ ഇവിടെ വന്ന് ആളുകൾ പണം അടിച്ചു മാറ്റിയിട്ട് കടന്നുപോയ ധാരാളം കമ്പനികൾ നമ്മൾ മുൻപിലുണ്ട്. അവരെല്ലാവരും ഈ മോദി കെയറിൽ കണ്ടിരുന്ന ആളുകൾക്ക് കുറച്ചു കാലത്തേക്ക് അല്പം ഭീഷണി ഉയർത്തുകയും അവരെ ഡീമോട്ടിവേറ്റഡ് ആക്കുകയും അവർ സെലക്ട് ചെയ്ത കമ്പനി തെറ്റാണോ എന്ന് കൺഫ്യൂഷൻ അടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയ ജനങ്ങൾ പണം അടിച്ചു മാറ്റിയിട്ട് മൺമറഞ്ഞു പോയ ഏതെങ്കിലും കമ്പനികളെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളുടെ പേര് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അങ്ങനെ ഇവിടെ വന്നിന്ന് ജനങ്ങൾ പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോയ കമ്പനികളുടെ പേരുകൾ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഷെയർ ചെയ്യാം പെട്ടെന്ന്. RMB, പിന്നെ ഹൈറിച്ച്, അങ്ങനെ പറയുന്ന കമ്പനി ഉണ്ട്. ഹലോ, ഞാൻ പറഞ്ഞ കേട്ടായിരുന്നു? അങ്ങനെയുള്ള കമ്പനികൾ ബിനു സാർ പറഞ്ഞായിരുന്നു. അതിന്റെ കഥ കഴിഞ്ഞു, കത്തിക്കൽ കഴിഞ്ഞു. RMP അല്ലേ? യൂണിസൺ ഞാൻ വർക്ക് ചെയ്തിരുന്നതാ. ഓക്കെ. RMP ആണോ RCM ആണോ? RMP വേറെ, RCM വേറെ. RMP റിസോഴ്സസ് മണി പവർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അത് പൂട്ടി അതില് ഉണ്ടായിരുന്ന ലീഡേഴ്സ് എല്ലാം കൂടി പുതിയൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയുടെ പേര് ആർക്കെങ്കിലും പറയാമോ? RMP ഉണ്ടായിരുന്ന ലീഡേഴ്സ് തുടങ്ങിയ കമ്പനിയാണ്. അത് എലമെന്റ്സ് എന്നോ ഒക്കെ പറഞ്ഞാണ് അതിന്റെ പേര്. എലമെന്റ്സ് എന്ന് പറയുന്നതിന്റെ വേറൊരു പേര് കൂടി ഉണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. അത് ആലപ്പുഴ ബേസ്ഡ് ആണ് ആ കമ്പനി. പറയാമോ ആ കമ്പനിയുടെ പേര്? മൈ ലൈഫ് കേട്ടിട്ടുണ്ടോ? മൈ ലൈഫ് കേട്ടിട്ടുണ്ടോ? ഹലോ, ഇന്ററാക്ട് ചെയ്ത് പോ. ഫുഡ് സപ്ലിമെന്റിന്റെ ഈ മൈ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ RMPയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പൊ RMP പോലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ മണി ചെയിൻ മോഡലാണ് പ്രവർത്തിക്കുന്നത്. അത്തരം കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആ കമ്പനി പൂട്ടി. അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഫോർമുല മനസ്സിലാക്കിയ ലീഡേഴ്സ് എല്ലാവരും കൂടി ചേർത്ത് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പറയുന്ന മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനി. പല ഉൽപ്പന്നങ്ങൾക്കും മോദിക്കർ ഉൽപ്പന്നങ്ങളെക്കാൾ 4-5 ഇരട്ടി വിലയാണ്. എങ്കിലും അതിലും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ ലീഡേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മണി ചെയിൻ കമ്പനികളിൽ നിന്ന് വന്ന ആളുകളാണ്. ഓക്കെ. പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാനോ എക്സൽ, ബിസയർ, പിന്നെ ന്യൂസ് വേ, അങ്ങനെ നിരവധിയായ കമ്പനികൾ അവരുടെ ഉണ്ടായിരുന്നു. അതെല്ലാം നാമാവശേഷമായി. ഇപ്പോഴും പല കമ്പനികളും വരുന്നുണ്ട്. ഹൈറിച്ച് റീസെന്റ്ലിയാണ് പൂട്ടിയത്. അതും ഇതേമാരെ മോദി കെയറിനെ വെല്ലുവിളിച്ചുകൊണ്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കാം. പേര് തന്നെ ഹൈറിച്ച് എന്നാണ് അല്ലെ? കേൾക്കുമ്പോൾ തന്നെ ഒരു ആവേശം തോന്നുന്ന ആൾക്കാർ. ഹൈറിച്ച്, പെട്ടെന്ന് വലിയ പണം. അത് ഏതാണ്ട് ക്ലോസ് ആയി. ഇപ്പോഴും വേറെ ചില കമ്പനികളുണ്ട്. നമ്മുടെ ബോച്ചയുടെ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയുടെ പേരെന്താണ്? ഫിജി കാർട്ട് അല്ലെ? അതും ഇത്തരത്തില് മോദി കെയർ ഉൽപ്പന്നങ്ങളെക്കാൾ 4-5 ഇരട്ടി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തുടക്കത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്കിലും പെട്ടെന്ന് പണം കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അതിൽ ജോയിൻ ചെയ്യുന്നവർ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ധാരാളം കമ്പനികൾ വന്ന് പോയിട്ടുണ്ട്. പഴയ കമ്പനികൾ എന്നുള്ള രീതിയിൽ ശക്തമായിട്ട് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 30 വർഷം പൂർത്തിയാക്കിയ ഒരേ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. ആ കമ്പനിയാണ്
മോദി കെയർ, നമുക്കതിൽ അഭിമാനിക്കാം. അഭിമാനമുള്ള ആളുകളൊക്കെ ചാറ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യുക, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. അതായത് ഇത്തരത്തിലുള്ള പല കമ്പനികളും മൺമറിഞ്ഞു പോയപ്പോൾ 30 കൊല്ലം പൂർത്തിയാക്കിയ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് മോദി കെയർ ആണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ആർക്കൊക്കെ അഭിമാനമുണ്ട്? ആരെ ശബ്ദം കേൾക്കണല്ലോ? യെസ് സാർ, വി ആർ പ്രൗഡ്. എനിക്ക് അഭിമാനമുണ്ട്. സാർ എനിക്ക് ഓക്കെ, താങ്ക് യു. അത് നിങ്ങൾ ചാറ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ കമ്പനികൾ വരും, കുറച്ച് കഴിയുമ്പോൾ അവർ പോവും. പഴയ കമ്പനികൾ പലതുണ്ട്. ആ പഴയ കമ്പനികളിൽ ജെന്യൂനായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളും ഇവിടെ ഉണ്ട്. അതിൽ പേരെടുത്ത് പറയുന്നത് പാംവേ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ടപ്പർ വയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ഉണ്ടായിരുന്നു, അത് ക്ലോസ്ഡ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർക്കുണ്ടായിരുന്ന ആ ഉൽപ്പന്നങ്ങൾ, അതായത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് വെച്ചുകൊണ്ടുള്ള നല്ല ഫ്രിഡ്ജിലും മറ്റും ഉപയോഗിക്കാവുന്ന നല്ല പാത്രങ്ങൾ, അത് നമുക്കിപ്പോൾ മോദി കെയറിൽ അവൈലബിൾ ആണ്. ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ഡിസ്കൗണ്ടിൽ അത് അവൈലബിൾ ആയിരുന്നു. ഇത് കൂടാതെ ജെന്യൂനായിട്ട് പ്രവർത്തിക്കുന്ന വേറെയും കമ്പനികളുണ്ട്. ആംവേ പ്രവർത്തിക്കുന്നുണ്ട്, ഫോർ എവർ ലിവിങ് പ്രോഡക്ട്സ് ഉണ്ട്, ഓറിഫ്ലെയിം ഉണ്ട്, അങ്ങനെ പല കമ്പനികളും ഉണ്ട്. അപ്പൊ അവിടുത്തെ ആ കമ്പനികളുടെയും മോദി കെയറിന്റെ പ്രത്യേകതയുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ആർക്കെങ്കിലും പറയാമോ എന്താണ് ഈ പറയുന്ന കമ്പനികളും മോദി കെയറുമായിട്ടുള്ള വ്യത്യാസം എന്നുള്ളത്? 2-3 പോയിന്റ്സ് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്താണ് ഈ പഴയ കമ്പനികൾ, നിലനിൽക്കുന്ന കമ്പനികളും മോദി കെയറുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? ഇന്ററാക്ട് ചെയ്ത് പോകാം. കാരണം ഇതൊന്നും ഈ പറയുന്ന പഴയ കമ്പനികളൊന്നും തട്ടിപ്പ് കമ്പനികളൊന്നും അല്ല, ജെന്യൂനായിട്ട് കമ്പനികളാണ്. പക്ഷെ ആ കമ്പനികളും മോദി കെയറും തമ്മിൽ ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്, പല വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒരു വ്യത്യാസം, 2 വ്യത്യാസം ആരെങ്കിലും പറയാമോ? ഒന്നാമത്തെ നമ്മുടെ മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ആവശ്യത്തിനേ വിലയുള്ളൂ. അതൊരു കാരണമുണ്ട്. പിന്നെ അപ്ഡേറ്റ് ആവുന്നതും ഒരു കാരണമാണ്. ഓക്കെ, താങ്ക് യു റോസ മാഡം. വേറെ? അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ മോദി കെയർ ഉൽപ്പന്നങ്ങൾക്ക് റീസണബിൾ പ്രൈസിംഗ് ആണ്. മറ്റു കമ്പനികളിലെ പല ഉൽപ്പന്നങ്ങൾക്കും വില കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. ഈ നേരത്തെ പറഞ്ഞ കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണെന്ന് പറയാമോ? അത് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉണ്ട്. ഞാനിപ്പോ അനീജ് പറഞ്ഞതൊക്കെ കൊള്ളാം, പറഞ്ഞത് നന്നായി. ഞാൻ പറഞ്ഞത് ഈ ഉൽപ്പന്നങ്ങളുടെ വില നമ്മുടേത് താങ്ങാവുന്ന വിലയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ ജെന്യൂനായിട്ടുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, അത് പറയാമോ? ഡോളറിലും ഇന്ത്യൻ റുപ്പീസിലാണ്. ഓക്കെ, താങ്ക് യു റോസം. അതായത് ഈ പറയുന്ന കമ്പനികളെല്ലാം തന്നെ വിദേശ കമ്പനികളാണ്. ഇപ്പോ ആംവേ അമേരിക്കൻ കമ്പനിയാണ്, മറ്റു പല കമ്പനികളും വിദേശ കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഡോളറും ഇന്ത്യൻ റുപ്പിയായിട്ടുള്ള ആ ഒരു വ്യത്യാസം കണക്കാക്കുമ്പോൾ പല ഉൽപ്പന്നങ്ങൾക്ക് അമിതമായ വിലയാണ്. പക്ഷെ എങ്കിലും നമ്മളുടെ സമൂഹത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റിയ പല ആളുകളും ആ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ ഉൽപ്പന്നങ്ങളുടെ 3-4 10 ഇരട്ടി വിലയുള്ള ഉൽപ്പന്നങ്ങളും മാർക്കറ്റ് ചെലവാകുന്നുണ്ട്. ഈ കമ്പനികൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ആ കമ്പനികൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനർത്ഥം അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറുള്ള, അവരുടെ ഉൽപ്പന്നം ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് നമ്മളുടെ രാജ്യത്തുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനോടൊപ്പം നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു വാക്കാണ് സൺഫ്ലവർ പ്ലാൻ അല്ലെങ്കിൽ ബൈനറി പ്ലാൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ബൈനറി പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ടീമായിരിക്കും അവർക്കുള്ളത്, 2 ലെഗ് ആയിരിക്കും അവർക്കുള്ളത്. അത്തരത്തിലുള്ള കമ്പനികളെയാണ് ബൈനറി പ്ലാൻ, പിരമിഡ് പ്ലാൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും കാലത്ത് നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ നമ്മളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു 95% കമ്പനികളും ഇത്തരത്തിലുള്ള ബൈനറി കമ്പനികളാണ്. ഈ ബൈനറി കമ്പനികൾ ആർക്ക് വേണമെങ്കിലും തട്ടിക്കൂട്ട് കമ്പനികൾ എന്നൊക്കെ പറയാറുള്ളത്, താൽക്കാലികമായിട്ട് പ്രവർത്തിക്കാൻ ഒരു സോഫ്റ്റ്വെയർ റെഡിയാക്കി റൈറ്റ് ലെഫ്റ്റ് ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ച് പല പല ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്ന് കുറച്ച് കഴിയുമ്പോൾ കൂട്ടി പോകുന്ന കമ്പനികളാണ് ഈ ബൈനറി കമ്പനികൾ. അതുകൊണ്ട് ഇത്തരം കമ്പനികളിൽ നിലനിൽപ്പില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല ലീഡേഴ്സും അതിൽ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ലീഡേഴ്സിനെ വിളിക്കുന്ന ഒരു പേരെ പറ്റി ഇന്നലെ നമ്മുടെ സുനിൽ ജോർജ് സാറ് നമ്മളെ പ്രോഗ്രാമില്, ടൈഗർ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. ആ പേര് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം.
അതായത് ഈ കമ്പനികൾക്ക് ആയുസ് കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ലീഡേഴ്സിനെ വിളിക്കുന്ന ഒരു പേര് ഇന്നലെ പറഞ്ഞിരുന്നു. ആരും ഓർക്കുന്നുണ്ടോ? ഇന്നലത്തെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നവർക്ക് അത് അറിയാൻ പറ്റും, കേട്ട ആൾക്കാർക്ക്. രാജീവ് ജി, കൺഗ്രാജുലേഷൻ. അതെ, മങ്കേഴ്സ്. അതായത് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടുന്ന ആൾക്കാരെയാണ് മങ്കേഴ്സ് എന്ന് വിളിക്കുന്നത്. പറയുന്ന പോലെ തന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങള് നെറ്റ്വർക്കേഴ്സ് ആണെന്ന് പറയും. നെറ്റ്വർക്കേഴ്സ് എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിചാരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി വരുമ്പോൾ അതിൽ ഏറ്റവും മേലെ കയറി നിൽക്കുക, ജനങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുക, പൈസ ഉണ്ടാക്കുക, ആ കമ്പനി പൂട്ടുമ്പോൾ അടുത്ത കമ്പനിയിലേക്ക് ചാടുക, ആ കമ്പനി പൂട്ടുമ്പോൾ അടുത്തലേക്ക് ചാടുക. അതായത് ഒരു കപ്പൽ മുങ്ങുമ്പോൾ ഈ കപ്പൽ മുങ്ങുന്ന സമയത്ത് ആർക്കായിരിക്കും കൂടുതൽ അപായം സംഭവിക്കുന്നത്? താഴെ നിൽക്കുന്ന ആൾക്കാർക്കല്ലേ. കപ്പലിന് മേലെ നിൽക്കുന്ന ആൾക്കാർ അപകടം മിക്കവാറും കുറവായിരിക്കും. അപ്പൊ ഒരു കപ്പൽ മുങ്ങുമ്പോൾ അടുത്ത കപ്പലിലേക്ക് മാറും. പത്രത്തില് ഞങ്ങൾ നെറ്റ്വർക്കേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പല പല കമ്പനികളിലും മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു ജെനുവിൻ കമ്പനിയിൽ പ്രവർത്തിച്ച് അതിലൂടെ അംഗീകാരം നേടുക, അതിലൂടെ പാസീവ് ഇൻകം നേടുക, റോയൽറ്റി നേടുക എന്നുള്ള കാര്യങ്ങളെ പറ്റി അവർക്ക് വലിയ അറിവില്ല. അവർ അതിൽ വിശ്വസിക്കൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ജോലികളും ബിസിനസ്സിലും മാറുന്ന പോലെ പല പല കമ്പനികളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവരെ വിളിക്കുന്ന പേരെന്താന്ന് പറഞ്ഞ രാജു സാർ? മറ്റുള്ളവർക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. മങ്കേഴ്സ്, കുരങ്ങന്മാർ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളുകളും ഈ ഒരു വ്യവസായത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇത് നമ്മൾ നേരത്തെ കേട്ട് മനസ്സിലാക്കിയ പോലെ ഇതൊരു പ്രൊഫഷനാണ്, ഇതൊരു കരിയറാണ്. ലോകത്തിലെ അതീവ സമ്പന്നരായ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യവസായം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും എന്തുണ്ടാക്കണം? നമ്മളൊരു ടീം ഉണ്ടാക്കണം, നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം, നമുക്കൊരു ഗ്രൂപ്പ് വേണം, നമുക്കൊരു സൈന്യം വേണം. ഇത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളെ കാണണം, അവരോട് നമ്മൾ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തണം, നമ്മുടെ ബിസിനസ് പരിചയപ്പെടുത്തണം. അവിടെ അവർ കാണുന്നത് കമ്പനിയെ അല്ലേ, നമ്മുടെ കമ്പനിയുടെ ഓണറെ അല്ല കാണുന്നത്. അവർ കാണുന്നത് ആരെയായിരിക്കും? അവരാരെയാണ് കാണുന്നത്? അവർ നമ്മളെയാണ് കാണുന്നത്, അല്ലെ? കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട്, കമ്പനിയുടെ പ്രതിനിധിയായിട്ട് അവർ കാണുന്നത് നമ്മളെയാണ്. അപ്പൊ അവിടെ നമ്മുടെ ഒരു ഇമേജ്, നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി, നമ്മുടെ ഒരു സൽപ്പേര്, അല്ലെ, നമ്മുടെ ഒരു കുലമഹിമ എന്നൊക്കെ പറയില്ലേ? ഇത്രയും കാലം നമ്മള് ഇത്രയും കാലം വരെ ഇവിടെ ജീവിച്ച് നമ്മൾ കൊണ്ടുവന്നൊരു ഗുഡ് വിൽ എന്നൊക്കെ പറയില്ലേ, അല്ലെ? അപ്പൊ അത് ആണ് എന്തെങ്കിലും കാരണവശാല് ഒരു കമ്പനിയിൽ നമ്മൾ പ്രവർത്തിച്ച് വീണ്ടും അടുത്ത കമ്പനിയിലേക്ക് പോയി, വീണ്ടും കമ്പനി അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു ഇമേജും, നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി, നമ്മുടെ ഒരു സൽപ്പേരും, നമ്മുടെ ഒരു ഗുഡ് വില്ലും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു കമ്പനി സെലക്ട് ചെയ്ത് അത് നല്ലതാണെങ്കിൽ അതിൽ നമുക്ക് വിശ്വാസമുണ്ട്, അതിൽ നിന്ന് ഉറച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മളെല്ലാവരും ഉത്തരവാദിത്വമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പ്രോഗ്രാമിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതേസമയം ഇത് പാലിക്കാതെ, ഇതിന്റെ സിസ്റ്റം ഫോളോ ചെയ്യാതെ പോയി ചീത്തപ്പേരുണ്ടാക്കിയ ആളുകള്, പണം നഷ്ടപ്പെടുത്തിയ ആളുകള് അവസാനം ഇങ്ങനെ പല പല കമ്പനികളും ചെയ്ത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയെ തന്നെ വേണ്ടെന്ന് വെച്ച് വീണ്ടും പഴയ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരെയും എനിക്കറിയാം. കാരണം എന്താണ്? അവർ ഇതേമാതിരി പല കമ്പനികളിലും ജോയിൻ ചെയ്ത് പല ആളുകളെയും പൈസ നഷ്ടപ്പെടുത്തി ചീത്തപ്പേരുണ്ടാക്കി അവസാനം ഒരാളുടെ മുമ്പിൽ പോലും നെറ്റ്വർക്ക് മാർക്കറ്റ് അവതരിപ്പിക്കാൻ പറ്റാതെ ഈ മേഖലയോട് വിട പറഞ്ഞ് പഴയ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഹലോ, എനിക്കങ്ങനെ പല ആൾക്കാരെ പരിചയമുണ്ട്. ഉണ്ടോ? കാരണം ഓക്കെ, അങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. കാരണം അവർ സെലക്ട് ചെയ്ത കമ്പനി കറക്റ്റ് അല്ലാത്തത് കൊണ്ടും അവർക്ക് കിട്ടിയ ട്രെയിനിങ് നല്ലതല്ലാത്തത് കൊണ്ടും അവരെ പഠിപ്പിച്ച കാര്യങ്ങള് തെറ്റായത് കൊണ്ടുമാണ്. അങ്ങനെയുള്ള കമ്പനികളാണ് വാസ്തവത്തിൽ, അത്തരത്തിലുള്ള കമ്പനികളും അത്തരത്തിലുള്ള വ്യക്തികളുമാണ് നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ട് പോകുന്ന നമുക്ക് പലപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് സൃഷ്ടിക്കുന്നതും ഈ കമ്പനികളെല്ലാം തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം, അങ്ങനെ ഒരു തോന്നൽ, അങ്ങനെ ഒരു വിലയിരുത്തല് ജനങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഹലോ,
ഹലോ. കേൾക്കാം സാറേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യൂ. ഇത് കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെയുള്ള കമ്പനികൾ ഇങ്ങനെയുള്ള പ്രൊമോട്ടേഴ്സുമാണ് ഈ ഒരു ഇൻഡസ്ട്രി തന്നെ തെറ്റാണെന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ പല ആളുകളും എത്തിച്ചത്. അത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ കുഴപ്പമില്ല, അത് തെറ്റായ രീതിയിൽ പ്രവർത്തിച്ച പ്രൊമോട്ട് ചെയ്ത ആളുകളുടെയും ജനങ്ങളെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി നേരത്തെ വന്ന കമ്പനികളും കൂടി വരുത്തി വെച്ചതാണ്. പക്ഷെ അതിനിടയിലും ജെന്യൂൻ ആയിട്ടുള്ള കമ്പനികളുണ്ട്. അത് നമ്മുടെ പോലെയുള്ള മോദിക്കര പോലെയുള്ള കമ്പനികളാണ്. ആ കമ്പനികൾ ഇന്നും സ്ഥിരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 30 വർഷം പൂർത്തിയാക്കി ആയിരക്കണക്കിന് ആളുകളെ അതീവ സമ്പന്നരാക്കി എന്നുള്ള മെസ്സേജ് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇപ്പൊ കമ്പനി 30ാമത്തെ വാർഷികം പ്രമാണിച്ച് പല ലീഡേഴ്സിനെയും സക്സസ് സ്റ്റോറി ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കും കമ്പനി അയച്ചു തരുന്നുണ്ട്. പരമാവധി അത് നമ്മളുടെ ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു കമ്പനി ഇവിടെ ഉണ്ടെന്നും കുറെ അധികം ആളുകൾ വിജയിച്ചിട്ടുണ്ടെന്നുള്ള മെസ്സേജ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കമ്പനിയുടെ കൂടി ഒരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും അത് ചെയ്യുമല്ലോ അല്ലേ? യെസ് ഓർ നോ? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മളെ ഒരു സ്ഥലത്ത് നമ്മളുടെ കമ്പനി ഒരു സ്ഥലത്ത് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ തന്നെയാണ് പരിചയപ്പെടുന്നത്. അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇമേജ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള സൽപ്പേരുണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു ഗുഡ് വിൽ ഉണ്ട്. അത് നഷ്ടപ്പെടുത്താതിരിക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നവരാണ് ഈ പ്രോഗ്രാമിൽ എല്ലാവരും. അത് പ്രത്യേകം ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ചില $1 million ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ചില പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നാൽ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചോദിക്കേണ്ട ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ഇത്തരത്തിലുള്ള കമ്പനിയുമായി നമ്മുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കേണ്ട ഒരു കാര്യം, ബിസിനസ്സിൽ വന്നാലും വന്നില്ലെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിൽ വന്നാലും വന്നില്ലെങ്കിലും ഈ ഉൽപ്പന്നങ്ങൾ ഈ സർവീസ് നമുക്ക് ആവശ്യമുള്ളതാണോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? ഇതിൽ വന്നാലും ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലെങ്കിലും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഈ സേവനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മോദി കെയർ കമ്പനി നമുക്ക് തരുന്ന ഉൽപ്പന്നങ്ങൾ ബിസിനസ്സിൽ വന്നാലും വന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടതാണോ? യെസ് ഓർ നോ? നമുക്ക് വേണ്ടതാണ്. കാരണം എന്താണ്? മോദി കെയർ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പല്ല് വൃത്തിയാക്കണം, ബ്രഷ് ചെയ്യണം, നമ്മൾ വസ്ത്രം വൃത്തിയാക്കണം, അല്ലെ? നമുക്ക് കുളിക്കാൻ സോപ്പ് വേണം, ചായ കഴിക്കണം, അല്ലെ? ഇതെല്ലാം വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി വരും. പക്ഷെ മറ്റു പല കമ്പനികൾ അങ്ങനെയല്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നിർബന്ധപൂർവം വാങ്ങിപ്പിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യിക്കുന്ന നിരവധി കമ്പനികൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, നിലവിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്കായി നമ്മൾ സൂപ്പർ മാർക്കറ്റുകളെ സമീപിക്കുമ്പോൾ, സാധാരണ ഷോപ്പുകളെ സമീപിക്കുമ്പോൾ അവിടെ ധാരാളം നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും അത് നമുക്കൊരു ചിലവാണെന്നും ആ ചിലവിൽ നിന്ന് ഒരു വരുമാനം സൃഷ്ടിക്കുന്നതിനും കമ്പനി തരുന്ന ഓഫറുകളിലൂടെ നമ്മുടെ ജീവിത ചെലവുകൾ പകുതിയാക്കാൻ കഴിയുമെന്നും ഉന്നത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കാമെന്നുള്ള മെസ്സേജ് നമുക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ കഴിയും. ശരിയാണോ? യെസ് ഓർ നോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമുക്കിതിന് വേണ്ട ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഈ വിലയിൽ ഞങ്ങൾക്ക് എന്നും വാങ്ങാൻ കഴിയുമോ? ഈ വിലയിൽ എന്നും വാങ്ങാൻ കഴിയുമോ? കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പല പല കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ അമിതമായ വിലയാണ്. നമ്മുടെ ഹണി എല്ലാം ഏതാണ്ട് 300-500 താഴെ വിലയ്ക്കൊക്കെ നമ്മൾക്ക് ലഭിക്കുമ്പോൾ 3000 വരെ അത് വിൽക്കുന്ന കമ്പനികളുണ്ട്. നോനി ജ്യൂസ് ഈ പറയുന്ന സിമ്പിൾ വില നമുക്ക് ലഭിക്കും, ഇതിന്റെ 4 ഇരട്ടി വിലയിൽ വിൽക്കുന്ന കമ്പനികളുണ്ട്. അലോവേറ ജ്യൂസ് ഇവിടെ നമ്മൾ നിസ്സാരമായ വിലയ്ക്ക് നമുക്ക് ലഭിക്കുമ്പോൾ അത് ഇതിന്റെ 6-5 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്ന കമ്പനികളുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ട് പലരും വാങ്ങിക്കുമെങ്കിലും കുറെ കഴിയുമ്പോൾ അത് സ്ഥിരമായിട്ടുള്ള ആ ഒരു സെയിൽസ് കിട്ടാറില്ല, സ്ഥിരമായിട്ട് ആളുകൾ വാങ്ങിക്കാറില്ല അമിതമായ വില കാരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് മോദി കെയറിന്റെ പ്രത്യേകത. എന്താണ് മോദി കെയറിന്റെ പ്രത്യേകത? എന്താണ്? നമുക്ക് താങ്ങാവുന്ന
വിലയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ കഴിയും. നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിനും സ്ഥിരമായിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള വിലയാണ്. ശരിയാണോ? അതിനോടൊപ്പം നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ വിലയ്ക്ക് തത്തുല്യമായിട്ടുള്ള ക്വാളിറ്റി നമുക്ക് അല്ലെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ പല ഉൽപ്പന്നങ്ങളുടെയും ഫാനാണ്. പല ഉൽപ്പന്നങ്ങളും ഇല്ലാതെ നമുക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. കാരണം നമ്മൾ ഫേസ് വാഷ്, നമ്മളുടെ വൈറ്റ് പേൾ സോപ്പ്, അതേപോലെയുള്ള ഫ്രഷ് മൊമെന്റ് ടൂത്ത് പേസ്റ്റ്, ഹെയർ ഓയിൽ, അങ്ങനെ പല ഉൽപ്പന്നങ്ങളും അതിൽ നിന്നിന് മാറാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. വേറെ പ്രോഡക്റ്റിലേക്ക് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത്രയ്ക്ക് നമ്മൾ അഡിക്റ്റഡ് ആണ് ആ ഉൽപ്പന്നങ്ങൾക്ക്. ശരിയാണോ? ശരിയാണ് സാർ. നമുക്ക് നെയ്യാണെങ്കിലും തേനാണെങ്കിലും ഓക്കെ ഓക്കെ ഒക്കെ വേണം. ഓക്കെ, താങ്ക് യു അനുചേച്ചി. അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ ഉൽപ്പന്നങ്ങളും സ്യൂട്ടബിൾ അല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും സ്യൂട്ടബിൾ അല്ല. കാരണം ഇപ്പോ നേരത്തെ പറഞ്ഞ ടപ്പർ വെയർ പോലെയുള്ള കമ്പനികളൊക്കെ ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഒരു കാരണം പറയാമോ? ടപ്പർ വെയർ പോലെയുള്ള കമ്പനികൾ ക്ലോസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? എല്ലാ മാസവും ഒന്ന് വില കൂടുതൽ, രണ്ടാമത് ഉൽപ്പന്നങ്ങൾ എല്ലാ മാസവും വേണ്ടല്ലോ. ടപ്പർ വെയറിന്റെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ എയർടൈറ്റ് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചു, നമ്മൾ ടിഫിൻ ബോക്സ് വാങ്ങിച്ചു, അല്ലെങ്കിൽ അത് തീരില്ല, തീർന്നു പോകുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങപ്പെടാറില്ല. അപ്പൊ മോദി കെയറിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് FMCG ആണ് അല്ലെ. FMCG ഫുൾ ഫോം എന്താണ്? അതെ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. അതായത് എല്ലാ ദിവസവും ഉപയോഗിച്ച് തീരുന്തോറും വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നു, വീണ്ടും വീണ്ടും വാങ്ങുന്നു, അത് തീരുന്നു, വീണ്ടും വാങ്ങുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ മോദി കെയർ നമുക്ക് ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വരുമാനം തരാനായിട്ട് കഴിയും. ആ വരുമാനത്തിന്റെ പേരെന്താണ്? ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ കമ്പനി പറയുന്ന ആ ഒരു വരുമാനം തരാൻ കഴിയും. ആ ഇൻകത്തിന്റെ പേരെന്താണ്? റോയൽറ്റി. ഓക്കെ, താങ്ക് യു ബിരു സർ. ആ ഒരു വരുമാനത്തിന്റെ പേരാണ് റോയൽറ്റി ഇൻകം, അല്ലെങ്കിൽ മോദി കെയറിന്റെ സ്ഥിര വരുമാനം, അല്ലെങ്കിൽ മോദി കെയറിന്റെ പാസീവ് ഇൻകം. കാരണം ഈ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങാൻ തയ്യാറാകുന്ന ഒരു ഫാമിലി, ഒരു വ്യക്തി പിന്നീട് സ്ഥിരമായിട്ട് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. ആ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ശൃംഖല, ഒരു കസ്റ്റമർ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ലീഡറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പിന്നീട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അദ്ദേഹം പ്രവർത്തനം നിർത്തിയാലും, അദ്ദേഹം മരണപ്പെട്ടു പോയാൽ പോലും അദ്ദേഹം സൃഷ്ടിച്ച നെറ്റ്വർക്കിൽ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കാതിരുന്നാല് അദ്ദേഹത്തിന് കാലശേഷം അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയ്ക്കും കിട്ടുന്ന പാസീവ് ഇൻകം, റോയൽറ്റി ഇൻകം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോദി കെയറിന്റെ എല്ലാ ദിവസവും ഉപയോഗിച്ച് തീരുന്ന ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ഡെയിലി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ അല്ലേ കാര്യം? അതെ, ഓക്കെയാണ്. ഓക്കെ. അപ്പൊ അതിനങ്ങനെ ഏതെങ്കിലും എക്സാമ്പിൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാമോ? ഇങ്ങനെ ഇത്തരത്തില് ഈ റോയൽറ്റി ഇൻകം വാങ്ങുന്ന വ്യക്തികൾ എന്ന രീതിയിൽ ആരുടെയെങ്കിലും ഒരാളുടെ അഭിപ്രായം, ആരെങ്കിലും ഒരാളുടെ ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ പെട്ടെന്ന്? നമ്മുടെ ജസ്റ്റിൻ സാറ് തന്നെ എടുക്കാമല്ലോ. ജസ്റ്റിൻ സാറ് വാസ്തവത്തില് ജോയിൻ ചെയ്തത് അദ്ദേഹം ഗവൺമെന്റ് എംപ്ലോയി, അദ്ദേഹത്തിന്റെ വൈഫ് ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് അദ്ദേഹം ജോയിൻ ചെയ്തത് ഫാദറിന്റെ പേരിലാണ്. എന്റെ സ്പോൺസർ ആയിരുന്നു, അദ്ദേഹത്തിന്റെ പേര് മൈക്കിൾ ടി സി എന്നായിരുന്നു. മൈക്കിൾ ടി സി എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ സാറിന്റെ ഫാദർ ഇന്നിപ്പോ നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയിൽ നിന്നും ആ ഐഡി നേരെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള വൈഫായിട്ടുള്ള ട്രീസ മൈക്കിളിന്റെ പേരിലേക്ക് മാറി. എത്ര വരുമാനമാണ് കിട്ടിക്കൊണ്ടിരുന്നത്, അതേ വരുമാനം ട്രീസ മൈക്കിൾ എന്ന് പറയുന്ന ജസ്റ്റിൻ സാറിന്റെ അമ്മയിലേക്ക് മാറി. അപ്പോഴും ജസ്റ്റിൻ സാറ് പാർട്ട് ടൈമർ ആയിരുന്നു. അദ്ദേഹം റിട്ടയർമെന്റ് ആയതിനു ശേഷം ഇന്ന് ആ ഐഡി ജോർജ് ജസ്റ്റിൻ എന്ന് പറയുന്ന ഐഡിയിലേക്ക് മാറി.
ആ വരുമാനം ഇന്നും സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം സൃഷ്ടിച്ച ആ നെറ്റ്വർക്കിൽ നിന്ന് നല്ലൊരു സംഖ്യ ഇന്നും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ ലൈവ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും അപ്ലൈൻ ആയിട്ടുള്ള മെന്റർ ആയിട്ടുള്ള ജസ്റ്റിൻ സാറ്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ജസ്റ്റിൻ സാറിന് നമുക്കൊരു നല്ലൊരു കൈയടി കൊടുക്കാം. കൈയടിക്കാൻ കഴിയുന്ന ആൾക്കാരെ കൈയടിക്കുക. അപ്പോൾ ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ബിൽഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. മറ്റു പല കമ്പനികളിലും അങ്ങനെയല്ല. മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ പോലും വെച്ചുകൊണ്ട് ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനികളുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്പെഷ്യൽ ക്വാളിറ്റി ആയിരിക്കണം, അത് യുണീക്ക് ആയിരിക്കണം. അതേ നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും ഷോപ്പുകളിൽ ലഭ്യം ആകാൻ പാടില്ല. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ഡിമാൻഡ് ഉള്ളത്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കമ്പനി ഇന്നും യാതൊരു പരസ്യങ്ങളും ഇല്ലാതെ എന്ത് പൂർത്തിയാക്കിയത്? 30 വർഷം പൂർത്തിയാക്കിയത്. 30 വർഷം പൂർത്തിയാക്കിയത്. ഓക്കെ. അതുകൂടാതെ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉൽപ്പന്നങ്ങളോടെല്ലാം നമുക്കൊരു ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആണ്. ഈ ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പോലും ബുദ്ധിമുട്ടാണ്, അല്ലെ? ഓക്കെ. അതുകൂടാതെ ഈ IDSA WFDSA ഈ രണ്ട് പേരുകൾ മിക്കവാറും നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പല കമ്പനികളും ഈ രണ്ട് പേരുകളും പറയാറില്ല. അവരുടെ കൺസൾട്ടൻസിനെ, അവർ പ്രൊമോട്ടേഴ്സിനെ ഇത് പഠിപ്പിക്കാറില്ല. എന്തായിരിക്കാം കാരണം? അതില്ലാത്തോണ്ട്. ഓക്കെ. അവർക്ക് അതില്ല. കാരണം ജെന്യുവിൻ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സത്യസന്ധമായ കമ്പനികൾക്ക് മാത്രം ലഭിക്കുന്ന, അല്ലെ അത്തരം കമ്പനികളുടെ ഒരു സംഘടനയാണ് IDSA WFDSA. ഇതിന്റെ ഫുൾ ഫോം ഇതിലുള്ള പലർക്കും അറിയാം. അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അറിവുള്ള ആൾക്കാരൊന്ന് പറയാം. ഫുൾ ഫോം അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയില്ലാത്ത ആൾക്കാരുണ്ടാവും. അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അറിവുള്ള ആൾക്കാരൊന്ന് പറയാം അതിന്റെ ഫുൾ ഫോം. അത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ആണ്. ഓക്കെ. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. അടുത്തതോ? അറിയാവുന്ന ആൾക്കാർ പറയാം. അറിയില്ല, ആർക്കും അറിയില്ലേ? അറിയാവുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ പലരും കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, IDSA എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. WFDS എന്ന് പറയുമ്പോൾ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. അത് ലോകത്തുള്ള ജെന്യുവൻ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്കെല്ലാം ഉള്ള, അവരെല്ലാവരും ചേർന്ന് നടത്തുന്ന സംഘടനയാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. അതിന്റെ ഇന്ത്യൻ പാർട്ടാണ് IDSA. ഇപ്പൊ സിംഗപ്പൂരിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സിംഗപ്പൂർ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ആവും. മലേഷ്യയിൽ പോകുമ്പോൾ മലേഷ്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ആവും. ഇങ്ങനെ എന്റെ അറിവ് പ്രകാരം വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമേ ഈ ഒരു മെമ്പർഷിപ്പ് ഉള്ളു. ഇത് ജെന്യുവൻ ആയിട്ടുള്ള കമ്പനികൾക്ക് കിട്ടുന്ന മെമ്പർഷിപ്പാണ്. ഈ IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള സംഘടന. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ RBI. അതേപോലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടെലഫോൺ റെഗുലേറ്ററി അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അതിന്റെ ഷോർട്ട് ഫോം പറയാം ആർക്കെങ്കിലും? ടെലഫോൺ റെഗുലേറ്ററി അസോസിയേഷൻ ഓഫ് ഇന്ത്യ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ട്രൈ. ഓക്കെ. എന്ന് പറയുന്ന പോലെ തന്നെ നല്ല ജെന്യുവൻ ആയിട്ടുള്ള കമ്പനികൾക്കുള്ള സംഘടനയാണ് IDSA WFDSA. ഇതിൽ മോദി കെയറിനുള്ള ഒരു പ്രാധാന്യം എടുത്തു പറയാമോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ? ഈ IDSA ആയിട്ട് ബന്ധപ്പെടുമ്പോൾ മോദി കെയറിനുള്ള ഒരു പ്രിവിലേജ് പറയാമോ ആരെങ്കിലും? അതെ, ഫൗണ്ടർ മെമ്പറാണ് രാജു. താങ്ക് യു. അതിന്റെ ഫൗണ്ടർ മെമ്പർ, അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പണം ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണെന്നും തട്ടിപ്പ് കമ്പനികൾ വന്ന് ജനങ്ങളുടെ പണം അടിച്ചു മാറ്റുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജെന്യുവൻ ആയിട്ടുള്ള കമ്പനികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് IDSA. അതിന്റെ ഫൗണ്ടർ മെമ്പർ കൂടിയാണ് മോദി കെയർ. ജെന്യുവൻ ആയിട്ടുള്ള കമ്പനികളുടെ പല സമയങ്ങളിൽ അതിന് ചെയർമാനായിട്ടൊക്കെ നമ്മൾ സമീർ മോദി വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളാണ്. ഡിമാൻഡ് അനുസരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും അത് കഴിയാത്തതിന്റെ പേരിൽ മാത്രം ഇവിടെ നിന്നും പൂട്ടിപ്പോയ ധാരാളം കമ്പനികളുണ്ട്. കാരണം നെറ്റ്വർക്ക് ഡെവലപ്പായി വരുന്നതനുസരിച്ച് അവർക്ക്
ലഭ്യമാകേണ്ടതായുള്ള സേവനങ്ങൾ കൃത്യമായിട്ട് നൽകാൻ കഴിയാത്തതിന്റെ പേരിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, ലക്ഷങ്ങൾ അതിനുവേണ്ടി മുടക്കേണ്ടി വരും. അതേപോലെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയായിട്ട് കൂടുതൽ ഗോഡൗൺ വേണ്ടി വരും, വെയർ ഹൗസ് വേണ്ടി വരും. ഇതൊന്നും പറ്റാത്തതിന്റെ പേരിൽ സ്വയം പൂട്ടിപ്പോയ കമ്പനികളുണ്ട്, ഇവിടെ സ്വയം നിർത്തിപ്പോയ കമ്പനികളുണ്ട്. അവിടെയാണ് നമ്മുടെ സമീർ മോദി ഉദ്ഘാടനം ചെയ്ത ഡൽഹിയിലുള്ള വലിയ വെയർ ഹൗസിന്റെ വീഡിയോ അല്ലെ, 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മളെ വെയർ ഹൗസിന്റെ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഹലോ, എത്ര പേര് കണ്ടിട്ടുണ്ട്? നമ്മൾ സമീർ മോദി ഉദ്ഘാടനം ചെയ്ത് ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ട അത്ര വലിപ്പമുള്ള വെയർ ഹൗസ്. ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കമ്പനി ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾക്കും അല്ലെ, നമ്മളുടെ വികസനത്തിനും നമ്മുടെ നെറ്റ്വർക്കിന്റെ വികസനത്തിനും വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ സമീർ മോദി സാർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുമോ, ഇതിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല, സംശയമില്ല. ചങ്ങാതിമാരെ, സാറേ, നമുക്ക് അതുപോലെ ഒന്ന് പോയി അവിടെ കാണാൻ പറ്റുമോ? അല്ല, കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഇൻഡസ്ട്രിയുടെ വലിപ്പം, ഈ ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം, ഈ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ മനസ്സിലാക്കിയിട്ട് കോടിക്കണക്കിന് രൂപ സമീർ മോദി സാറ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സമീർ മോദി സാറ് നമ്മളിൽ വിശ്വസിക്കുന്നു, നമ്മൾ സ്വപ്നത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ ഉയർച്ച അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യാൻ കഴിവുള്ള, താല്പര്യമുള്ള, സ്വപ്നങ്ങളുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ഇന്ത്യയിൽ ഉണ്ടെന്നും അവരെല്ലാവരും മോദി കെയറിലേക്ക് വരുമെന്നും മോദി കെയർ ഉൾപ്പെടെ അവർ ഉപയോഗിക്കുമെന്നും അദ്ദേഹം 100% വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. 1 രൂപ മുതൽ മുടക്കില്ലാതെ നമുക്ക് ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെടാറില്ലേ, ഇടയ്ക്ക് സംശയം തോന്നാറില്ലേ, അല്ല നമ്മൾ പല സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ചോദിക്കാറില്ലേ എന്നുള്ളത് സ്വയം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഹലോ, ശരിയാണോ? ശരിയാണോ അല്ലെ? സമീർ മോദി സാറിന് നമ്മളിൽ വിശ്വാസമുണ്ട്, ഇൻഡസ്ട്രിയിൽ വിശ്വാസമുണ്ട്. കോടിക്കണക്കിന് രൂപ അദ്ദേഹം മുടക്കിയത് അദ്ദേഹം ബുദ്ധിശൂന്യനായ ഒരു മനുഷ്യനായിട്ടല്ല, അദ്ദേഹത്തിന് ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല വിശ്വാസമുണ്ട്. അതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് അപ്ഡേഷൻസ് എല്ലാം നിരന്തരമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ അപ്ഡേഷൻസ്, ആപ്പ് നവീകരിക്കുന്നു, വെബ്സൈറ്റ് നവീകരിക്കുന്നു, പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നു, പുതിയ പാക്കിംഗ് കൊണ്ടുവരുന്നു, അല്ലെ ടൈപ്സ് വരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് കമ്പനി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇപ്പോൾ നമുക്ക് ലോയൽറ്റിയിൽ റിവാർഡ്സ് ക്ലബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലെ. എന്താണ് റിവാർഡ്സ് ക്ലബ് പ്രോഗ്രാം എന്ന് പറയുന്നത്? ഒന്ന് പറയാമോ ആരെങ്കിലും? റിവാർഡ്സ് ക്ലബ് പ്രോഗ്രാമിന്റെ ഒരു ചെറിയ 30 സെക്കൻഡ് വിവരണം പറയാമോ? എന്താണ് റിവാർഡ്സ് ക്ലബ് പ്രോഗ്രാം? എന്താണ് റിവാർഡ്സ് ക്ലബ് പ്രോഗ്രാം? എന്നും നമ്മൾ മേടിച്ചോണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അധികപ്പറ്റാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ റിവാർഡ്സ് ക്ലബിനകത്ത് ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു റോസ മാഡം. അതായത് നമ്മളുടെ FMCG ഉൽപ്പന്നങ്ങൾ കൂടാതെ മറ്റ് കമ്പനികളുമായിട്ടുള്ള ടൈപ്സിൽ നമ്മൾക്ക് നിത്യം വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ കൂടി മോദി കെയർ വഴിയായിട്ട് ലഭ്യമാകുന്ന ടൈപ്പ് പ്രോഗ്രാം അല്ലെ. അതിൽ നമുക്ക് പ്രഷർ കുക്കർ ഉണ്ട്, നമുക്ക് അയൺ ബോക്സ് വരാറുണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കർ വരാറുണ്ട്, ബെഡ്ഷീറ്റ്സ് വരാറുണ്ട്, സ്ട്രോളി ബാഗ് വരാറുണ്ട് അല്ലെ, കടായി വരാറുണ്ട്, മിക്സി വരാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ പോലും മോദി കെയറിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരത്തെ പറഞ്ഞ റിവാർഡ്സ് ക്ലബ് പ്രോഗ്രാമിന് ലഭ്യമാകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി വാസ്തവത്തില് ശരിയായ രീതിയിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് ചോദിച്ചാല് ശരിയായി എത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിയാണോ? നിങ്ങൾ ശരിയായ രീതിയിൽ ഇത് പറയാറുണ്ടോ? ഇല്ല. മറ്റുള്ളവരോ? ഇല്ല. പക്ഷെ ഇത് സത്യമായ കാര്യമാണ്, നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ശരിയായ രീതിയിൽ പറയാറില്ല. 6 മാസം സ്ഥിരമായിട്ട് ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ആവറേജ് ഉൽപ്പന്നങ്ങൾക്കുള്ള മിക്സിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളോ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഈ ഒരു സുവിശേഷം, സത്യമായ സുവിശേഷം നമ്മൾ പലരിലേക്ക് എത്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം അല്ലെ. ശരിയല്ലേ? അത് എത്തിക്കേണ്ടേ?
പറയണ്ടേ? ഷെയർ ചെയ്യണ്ടേ? ഷെയർ ചെയ്യപ്പെടേണ്ടതല്ലേ? ചെയ്യണം. അപ്പൊ ഇനിയെങ്കിലും അതൊക്കെ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവസാന ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 6 മിനിറ്റാണ് ഉള്ളത്. അപ്പൊ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കമ്പനികൾക്കും വലിയ വിഷനൊന്നുമില്ല. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകണം, അതിന്റെ കമ്പനികൾക്ക് കുറച്ച് പണം ഉണ്ടാക്കണം, ആദ്യം വന്ന പ്രൊമോട്ടേഴ്സിന് കുറച്ച് പണം ഉണ്ടാക്കണം എന്നുള്ള വിഷൻ മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മളുടെ കമ്പനിക്ക് ഒരു വലിയൊരു വിഷനുണ്ട്, അല്ലെ? അദ്ദേഹം കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞത് മോദി കെയർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല, ഇതൊരു മഹാപ്രസ്ഥാനമാണെന്ന് പറഞ്ഞത്. ഗോവയിൽ വെച്ചാണ് സമീർ മോദി സാർ പറഞ്ഞത്, മോദി കെയർ വെറും ഒരു ബിസിനസ് അല്ല, ഇതൊരു വലിയൊരു പ്രസ്ഥാനമാണ്, അല്ലെ? ജനങ്ങളെ ഡെവലപ്പ് ചെയ്യുക, അവരുടെ കഴിവുകളെ പുറത്തെടുക്കുക, നല്ല ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക, അവരെ ആരോഗ്യം സംരക്ഷിക്കുക, അവരുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യുക, ജാതി മതവും പ്രായമൊന്നുമില്ലാതെ, അല്ലെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുക, ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക. സമീർ മോദി സാറ് മുതൽ നമ്മുടെ ജിനീഷ് സാറ് വരെയുള്ള, ജോമേഷ് സാറ് വരെയുള്ള എല്ലാ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഓണറുടെയൊക്കെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ അത് മാത്രം മതി മോദി കെയറിന് മറ്റു കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാക്കാൻ എന്നുള്ള ഒരു അഭിപ്രായത്തോട് ആരെല്ലാം യോജിക്കുന്നുണ്ട്? ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു പെരുമാറ്റം ശരിയാണോ? ശരിയാണ്. അത് സമീർ മോദി സാർ മുതൽ, അല്ലെ, നമ്മൾക്ക് മുമ്പിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന സഹോദര തുല്യനായി, അല്ലെ, നമ്മളുടെ ഒരു അനുജനായോ ജ്യേഷ്ഠനായോ സുഹൃത്തായോ നമ്മളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ജിനീഷ് സാറ് വരെ അങ്ങനെയാണ്, അല്ലെ? ഇതൊരു അഡൂട്ട് ബന്ധനാണ്. ഒരു മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു മെക്കാനിക് റിലേഷനാണ്, അല്ലെ? ഒരു ബോസ് സ്റ്റാഫിനോട് സംസാരിക്കുന്ന ആ രീതിയിൽ, വഴക്ക് പറയുന്ന രീതിയിൽ, അല്ലെ, അവരെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ, ഫയർ ചെയ്യുന്ന രീതിയിലുള്ള രീതികളാണെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതൊരു അഡൂട്ട് ബന്ധനാണ്, ഇതൊരു കൂട്ടായ്മയാണ്, ഒരു ഫാമിലിയാണ്. അത് മാത്രം മതി മറ്റെല്ലാ കമ്പനികളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും മോദി കെയറിനെ വ്യത്യസ്തമാക്കാൻ എന്നുള്ളത്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു, നിങ്ങൾക്ക് അതിൽ അഭിമാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് ഓർ നോ? ഓക്കെ. അതുകൂടാതെ ഇപ്പൊ ഇവിടെ പറയുന്ന ദ ഹിസ്റ്ററി ഓഫ് പ്രൊമോട്ടേഴ്സ്, നമ്മളെ കമ്പനിയിൽ തന്നെ സ്ഥിരമായിട്ട് നിന്ന് പ്രവർത്തിച്ച് ചില സമയത്ത് ചില പ്രത്യേക കാരണങ്ങളാൽ, ചില പ്രത്യേക എന്താണ് പറയുന്നത്, കർമ്മദോഷം എന്നൊക്കെ പറയും. കർമ്മദോഷം അത് വന്നതിന്റെ പേരിൽ മറ്റു പല കമ്പനികളിലേക്കും ചേക്കേറിയവരും ചേക്കേറിക്കൊണ്ടിരിക്കുന്നവരും ചേക്കേറി എങ്ങും എത്താതെ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ നടക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ടാവും, ഇനിയും നമ്മൾ കാണും, അല്ലെ? ഇനി ഇത്തരത്തിലുള്ള കമ്പനികളിലേക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതിന് തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാര്, ആ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ, സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, ഒരു പെരുമാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ജെനുവിനായിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ പ്രവർത്തിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ് അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന കാര്യത്തോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? ഇത്തരം നല്ലൊരു കുടുംബത്തില് ജനിച്ച് വളർന്നിട്ട് നേരത്തെ പറഞ്ഞ ഒരു മെക്കാനിക്കൽ റിലേഷൻ മാത്രമുള്ള കമ്പനികളിലേക്ക് പോകുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാമോ? ദ ഹിസ്റ്ററി ഓഫ് പ്രൊമോട്ടേഴ്സ് എന്തായിരിക്കും? അധോഗതി. അവര് ആഗ്രഹിക്കും സാറേ. അക്കരെ പറ്റ കൊണ്ട് പോണവരാണ് സാറേ. അതെ, അല്ല അവരുടെ കാര്യമല്ല, അധോഗതിയാണ്. കറക്റ്റാണ് ഇവിടെ പറഞ്ഞത്. കാരണം ഇത്രയും നല്ല പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഇതിൽ വിജയിക്കാതെ, സിസ്റ്റം ഫോളോ ചെയ്യാതെ, പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാതെ, പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാതെ, ലീഡേഴ്സുമായിട്ട് സഹകരിക്കാതെ, മുമ്പിൽ നിന്ന് നയിക്കാതെയൊക്കെ നിന്ന് പ്രവർത്തിക്കുന്നവരും ചെയ്യാതിരിക്കുന്നവരും പോയ ആൾക്കാരുമായുടെ കാര്യം കർമ്മദോഷം തന്നെയാണ്, അല്ലെ? അവർ ചെയ്യുന്നതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം വേറെ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ PK സാറ് പറഞ്ഞു, അതായത് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ സപ്ലിമെന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടും അത് ഉപയോഗിക്കാത്ത നമ്മളുടെ വീട്ടിലെ ചില നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുണ്ടാവും, അല്ലെ? സപ്ലിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഫുഡ് സപ്ലിമെന്റ്സിനെ കുറിച്ച് പറയാതെ, കഴിക്കാതെ, ഇത് ഇഷ്ടപ്പെടാതെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ വന്നിട്ട് അവസാനം പല പല ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് അവരുടെ എന്താന്നാണ് പറഞ്ഞത്? ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലേ, കർമ്മദോഷം, അല്ലെ? ഹലോ സാർ,
അതെ അങ്ങനെ തന്നെ. സാറേ ഓക്കെ. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിൽ പോകുന്ന ആളുകളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ കർമ്മദോഷം എന്നേ നമുക്ക് പറയാൻ പറ്റൂ. നമുക്ക് അവരോട് സംസാരിക്കാം, അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം, അത്രയ്ക്ക് നമുക്ക് പറ്റും. ബാക്കിയുള്ള കർമ്മദോഷം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇനി ഫൈനലി നമ്മൾ രണ്ട് പോയിന്റ്സ് കൂടി പറഞ്ഞ് ക്ലോസ് ചെയ്യാം. എങ്ങനെ നമുക്ക് വിജയിക്കാം? നമുക്ക് എല്ലാവർക്കും വിജയ ആഗ്രഹമാണ്, വിജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് ഒരു റോൾ മോഡൽ ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മൾ മുൻപിൽ നിന്ന് വിജയിച്ച, അല്ലെ, സർവഗുണ സമ്പന്നനായിട്ടുള്ള, നമുക്ക് എന്താണ് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു റോൾ മോഡൽ നമുക്ക് ഉണ്ടായിരിക്കണം. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും, അല്ലെ, രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും മറ്റു മേഖലയിലായാലും തന്നെ എല്ലാ രീതിയിലും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു റോൾ മോഡൽ നമുക്ക് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തെ നമ്മൾ ഫോളോ ചെയ്യണത് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഞാൻ അത്തരത്തിലുള്ള ചില ആളുകളെയൊക്കെ എന്റെ മനസ്സിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്, അവരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ റോൾ മോഡൽ ഉണ്ടാകണം. പിന്നീട് അത്തരത്തിലുള്ള റോൾ മോഡൽ ആകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഞാൻ പറയുന്നത് പോലെയല്ല, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ റോൾ മോഡൽ? ക്ലിയർ ആണ്. ഓക്കെ. പിന്നെ എന്താണ്, നമ്മളിപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എല്ലാ മേഖലയിലും വിജയിച്ച ആൾക്കാരും പരാജയപ്പെട്ട ആൾക്കാരും ഉണ്ട്. വിജയിച്ച ആളുകളെ നമ്മൾ നിരന്തരം ഫോളോ ചെയ്യുക. അവരുടെ ചിന്തകൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അല്ലെ, അവരുടെ തീരുമാനങ്ങൾ, അവർ പോകുന്ന സ്ഥലങ്ങൾ, അവരായിരിക്കുന്ന മേഖലകൾ, അവിടെ നമ്മൾ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ അടുത്ത, നോട്ട് ഫോളോ ദ ബാഡ് ഹാബിറ്റ്സ് ഓഫ് ലീഡേഴ്സ്. ഒരുപാട് ലീഡേഴ്സ് നമുക്കുണ്ട്, കൃത്യമായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത, പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന, ലീഡേഴ്സുമായിട്ട് ചേരാത്ത, ഒരുമിച്ച് നിൽക്കാത്ത, ലീഡേഴ്സിനെ അല്ലെ അപ്ലയൻസിന്റെ റെസ്പെക്ട് ചെയ്യാത്ത, അല്ലെ, എപ്പോഴും നെഗറ്റീവ് പറയുന്ന, അങ്ങനെ പല ലീഡേഴ്സിനെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, അല്ലെ? അപ്പൊ അത് നല്ല ശീലങ്ങളാണോ? ആണെങ്കിൽ നല്ല ശീലങ്ങളാണോ ഇതെല്ലാം പറയുന്നത്? നെറ്റ്വർക്ക് മാർക്കറ്റ് പ്രൊഫഷണലിനെ പറ്റിയ ശീലങ്ങളാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്ത്, നേരെ മറിച്ച് അവരുടെ നല്ല ഗുണങ്ങൾ കണ്ടെത്തി അത് ഫോളോ ചെയ്യുക. അവരെ അഭിനന്ദിക്കുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അതിനെ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ അടുത്ത എന്താണ്, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ഒരു പാസഞ്ചർ ആയിരിക്കും, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെ? പാസഞ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ആ വാഹനത്തിൽ പുറകിലിരുന്ന് കാഴ്ചയെല്ലാം കണ്ട് മൊബൈലിലെല്ലാം നോക്കി കപ്പലുടെയും കുറിച്ചിരിക്കാം, ഉത്തരവാദിത്വമൊന്നുമില്ല, അല്ലെ? അതേസമയം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആൾക്ക് ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ട്. കാരണം എന്താണ്? ആ ബസ്സിലെ കംപ്ലീറ്റ് യാത്രക്കാരുടെയും ജീവൻ തന്നെ അവരുടെ കയ്യിലാണ്. ജീവൻ അവരുടെ കയ്യിലാണ്, അല്ലെ? അപ്പോ ഡ്രൈവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഡ്രൈവർ ഒരിക്കലും അദ്ദേഹത്തിന് ക്ഷമ എപ്പോഴും ഉണ്ടാവും. അദ്ദേഹം പരാതി പറയില്ല. അദ്ദേഹത്തിന്റെ കണ്ണ് എപ്പോഴും മുമ്പിലേക്കായിരിക്കും. അദ്ദേഹം ബ്രേക്ക് കൈകാര്യം ചെയ്യും, ക്ലച്ച് കൈകാര്യം ചെയ്യും, ആക്സിലേറ്റർ കൈകാര്യം ചെയ്യും, ഇൻഡിക്കേറ്റർ കൈകാര്യം ചെയ്യും, ബാക്കിലേക്ക് നോക്കും, അല്ലെ, പുറകിൽ നിന്ന് വരുന്നത് നോക്കും, ഫ്രണ്ട് നോക്കാൻ വളരെ ഉത്തരവാദിത്തോടു കൂടിയായിരിക്കും അദ്ദേഹം ആ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ അപ്ലൈന് ഓടിക്കുന്ന വാഹനത്തിൽ വെറുതെ ഇരുന്ന് അദ്ദേഹം കൊണ്ടുപോകും എന്ന് ചിന്തിക്കാതെ നമ്മളും ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മൾ കയറിയിരിക്കാനായിട്ട് ഒരു ഡ്രൈവറുടെ ക്വാളിറ്റിയിലേക്ക്, അറിവിലേക്ക്, ജ്ഞാനത്തിലേക്കൊക്കെ നമ്മൾ എത്തണം, അല്ലെ? നമ്മൾ ക്ലോസിംഗിലേക്ക് പോകുന്നു. നമ്മൾ ബാക്ക് ടു ബേസിക്സിൽ, നമ്മൾ ബേസിക്സിലേക്ക് അത് പോകണം. നമുക്ക് കസ്റ്റമർ ക്ലബ്ബ് വേണം, സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റിയ കസ്റ്റമർ ക്ലബ്ബ് വേണം. മെമ്മറി ജോഗർ റിഫ്രഷ് ചെയ്യണം, പുതിയ പുതിയ ആളുകൾ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ആളുകളെ ഫോളോ അപ്പ് ചെയ്യണം, ഡെമോൺസ്ട്രേഷൻ ചെയ്യണം. അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ആണ് നമ്മൾ ചെയ്യുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ക്വാളിഫൈഡ് ക്വസ്റ്റ്യൻസ്, അതിനെപ്പറ്റി നമുക്ക് വേറെ ദിവസം സംസാരിക്കാം. നമ്മൾ മോദി കെയറിലേക്ക് ഒരാളെ വിളിക്കുന്നത് ഒരിക്കലും നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള സത്യസന്ധമായ കാര്യം നല്ല വാക്കുകളിലൂടെ അവതരിപ്പിക്കാനായിട്ട് കഴിയണം. പിന്നെ ഇന്ന് രാവിലെ നാം കേട്ട ട്രെയിനിങ് എന്നുള്ളൊരു പോയിന്റ് ആണ്. എന്താണ് പറയാമോ? നമുക്കൊരു 2 മിനിറ്റ് എടുക്കാം, 9:05 നിർത്താം. എന്താണ് ഇന്ന് രാവിലെയുള്ള മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ കേട്ടത്? ബോറിങ്ങിലൂടെയാണ് വിജയം. നിരന്തരം ചെയ്യുന്നതിലൂടെ ബോറിംഗ് അനുഭവപ്പെട്ടാലും അത് നമ്മൾ വിജയമാക്കും. അപ്പൊ ബോറിംഗ് എൻജോയ് ചെയ്ത് വിജയം കണ്ടെത്തണം. ഓക്കെ, താങ്ക് യു റിനിമ. അതായത് നമ്മൾ ആളുകളെ വിളിക്കുക, ആളുകളോട് സംസാരിക്കുക, അതൊരിക്കലും ഒരു ബോറിംഗ് ആയിട്ട് കണക്കാക്കരുത്. അത് ആവശ്യമുള്ളതാണെങ്കിൽ, അവർക്ക് ഗുണമുള്ളതാണെങ്കിൽ അത് ബോറിംഗ് ആയിട്ട് കണക്കാക്കാതെ നിരന്തരമായി വിളിക്കുക, നിരന്തരമായി സംസാരിക്കുക.
അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വിജയിച്ചിട്ടുള്ളത്. അതൊരിക്കലും ഒരു ബോറിംഗ് ആയിട്ട് കണക്കാക്കരുത്. നമ്മളുടെ ടീമിലുള്ള പല ആളുകളും ആദ്യകാലങ്ങളിൽ ആരംഭശൂരത്വം പോലെ കുറെ അധികം ആൾക്കാരോട് സംസാരിക്കും, കുറെ ജോലിയൊക്കെ നടത്തും. ഇവർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലെ ബോറടിച്ചുകൊണ്ട് പിന്നെ ആ പ്രവർത്തനത്തിൽ പിന്മാറുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ വിജയിച്ച ആൾക്കാരതല്ല, അത് ആവശ്യമുള്ളതാണ്. അത് ബോറടി കൂടാതെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെന്താണ്, ബിൽ ഗേറ്റ്സും യേശുദാസും മമ്മൂട്ടിയും ലോകം ആദരിക്കുന്ന എല്ലാവരും ഇത്തരത്തില് ചോദിച്ചവരും ഇത്തരത്തില് വിളിച്ച ആൾക്കാരൊക്കെയാണ്, അവസരം അന്വേഷിച്ചവരാണ്. അപ്പൊ അതേമാതിരി തന്നെ ഇവിടെ ഞാൻ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്, സോക്രട്ടീസ്, മഹാത്മാഗാന്ധി 3 പേരുടെ പേര് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒറ്റ വാക്കിൽ പറയാമോ ഈ 3 പേരുടെ പേര് എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്? ആ ഉദ്ദേശം പറയാം. ഈ 3 പേരുടെ പേര് എന്തിനാ ഉദ്ദേശിച്ചെന്നുള്ളത് പറയാമോ? അവര് പറയണത് കേട്ടാ അവരുടെ പ്രവർത്തികൾ പിന്തുടരുക. ഓക്കെ, താങ്ക് യു റൂസമ്മ. വേറെ ആർക്കെങ്കിലും? 1 മിനിറ്റ് കൂടി ഉള്ളത്. 9:05 നമ്മൾ നിർത്തും. വേറെ എന്തെങ്കിലും? ഇവരെല്ലാവരും ലോകത്തിന് വേണ്ടി ഒരുപാട് നന്മ ചെയ്ത ആൾക്കാരാണ് അല്ലെ? ജീസസ് ക്രൈസ്റ്റ് എന്ത് സംഭവിച്ചു? ക്രൂശിക്കപ്പെട്ടു. സോക്രട്ടീസിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊന്നു. മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? വെടിവെച്ചു കൊന്നു അല്ലെ? ശരിയല്ലേ? ഇവരെല്ലാവരും ജനങ്ങൾക്ക് നന്മ ചെയ്ത ആളുകളാണ് അല്ലെ? പക്ഷെ അവരെല്ലാം ജനങ്ങള് തിരസ്കരിച്ചു. നമ്മളും ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ ആരും ക്രൂശിക്കാൻ പോകുന്നില്ല, വിഷം തരാൻ പോകുന്നില്ല, വെടിവെച്ച് കൊല്ലാനും പോകുന്നില്ല അല്ലെ? എങ്കിലും കൊച്ചു കൊച്ചു പരിഹാസങ്ങളോ വിമർശനങ്ങളോ കളിയാക്കലുകളോ തിരസ്കരണങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും നല്ലതാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ നിരന്തരമായി മുൻപോട്ട് പോവുക. ഇവിടെ പറയുന്നത് സൂര്യനെ പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും, ചന്ദ്രനെ പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും, നക്ഷത്രങ്ങളെ പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മഹാന്മാരെ പോലെയല്ല ആകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ആയി മാറണം. ലാസ്റ്റ് പറയുന്നുണ്ട് ഒരു മിന്നാമിന്നും പോലെങ്കിലും ആണ് അല്ലെ? അത്തരത്തിലെങ്കിലും പ്രകാശിക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകട്ടെ, നന്ദിയുടെ മൈൻഡ് ഉണ്ടാകട്ടെ. ഇരുളിലാണ് നക്ഷത്രങ്ങൾ വിരിയുന്നത്, ചെളിയിലാണ് താമര വിരിയുന്നത്, റോസാപ്പൂവിന്റെ താഴെ മുള്ളുകളുണ്ട് അല്ലെ? എല്ലാ നന്മയുള്ള കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാവും. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവിനെ മാത്രം കണ്ടെത്തുക. ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണും? ജനലിലൂടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും? അഴുക്ക് കാണാം, ചെളി കാണാം. ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലോ നക്ഷത്രങ്ങൾ കാണാം അല്ലെ? അപ്പൊ നമ്മുടെ നോട്ടം എങ്ങോട്ടേക്ക് ആയിരിക്കണം? നക്ഷത്രങ്ങളിലായിരിക്കണം അല്ലെ? പ്രവർത്തിക്കാത്ത ആൾക്കാരുണ്ടാവും, വിജയിക്കാത്ത ആൾക്കാരുണ്ടാവും, സിസ്റ്റം ഫോളോ ചെയ്ത ആൾക്കാരുണ്ടാവും. അവര് നോക്കി ഡീമോട്ടിവേറ്റഡ് ആകാതെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആക്റ്റീവായ ജെന്യൂൻ ആയിട്ടുള്ള അല്ലെ അച്ചീവേഴ്സിനെ ഫോളോ ചെയ്യുക. അഴുക്കിനെ അല്ലെങ്കിൽ ചെളിയെല്ലാം നോക്കേണ്ടത് നക്ഷത്രങ്ങൾ നോക്കുക. അപ്പൊ എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകട്ടെ. ഈ ഒരു സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലോസിംഗിലേക്ക് പോകാം. ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാം. ഒരു 30 സെക്കൻഡ് ക്ലോസ് ചെയ്യാം. ആർക്കും ഒരാൾക്ക് പറയാം. എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ നല്ലതായിരുന്നു. വളരെ നല്ല പ്രോഗ്രാം, ഒരുപാട് നല്ല പോയിന്റ്സുകൾ കിട്ടി. ഇത് വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമാകുമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഒത്തിരി മോട്ടിവേഷനായി, ഒത്തിരി എനർജി കിട്ടി. എല്ലാം കൊണ്ടും വളരെ വളരെ വിലപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. വളരെ തിരക്കുണ്ടായിട്ടും പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി. അപ്പോ പലരും സംസാരിക്കാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ 9:08 ആയതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് വേറൊരു പ്രോഗ്രാം കൂടി ജിനീഷ് സാറിന്റെ ഉണ്ട്, മലയാളത്തിലാണ്. ഞാൻ ലിങ്കം സാധിക്കുന്ന ആൾക്കാരിൽ പങ്കെടുക്കുക. പുതിയൊരു ആക്ടിവേഷൻ ബോണസിനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ജയ് മോദി സാർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു.